26-കാരായിട്ടുള്ള ആരതി മരിച്ച വാർത്ത കേട്ടപ്പോൾ ശരിക്കും സങ്കടമാണോ ദേഷ്യമാണോ തോന്നിയതെന്ന് എനിക്കറിയില്ല. ഈ ഗാർഹിക പീഡനത്തെ കുറിച്ച് നമ്മൾ എത്രയോ സംസാരിച്ചതാണല്ലോ. എന്നിട്ടും വീണ്ടും വീണ്ടും നമുക്ക് രക്ഷിക്കാൻ പറ്റാത്ത ഒരു ഇര കൂടി ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ എത്ര നിസ്സഹായരാണെന്ന് തോന്നിപ്പോവുകയാണ്. വിവാഹം കഴിഞ്ഞ ആകെ 1.5 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ആരതി ജീവൻ ഒടുക്കിയിരിക്കുന്നു. ഇതിനെ ജീവൻ ഒടുക്കിയെന്നൊന്നും പറയാൻ പറ്റൂല. മാനസികമായ ആ അതുൽ എന്ന് പറയുന്ന ചെറ്റ അവളെ കൊന്നതാണ്. അതിലും ആരതിയും കൂടി താമസിക്കുന്ന വാടക വീട്ടിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. ഇവര് തമ്മിൽ തന്നെ രാവിലെ എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നീട് അത് വലിയ പ്രശ്നമായി മാറുകയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോ ആരതിക്കൊന്നും സഹിക്കാൻ വയ്യാതെ അതുലിനോട് പറയുന്നുണ്ട് താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നും. അതുല് ചെയ്ത തെറ്റിന് അതുലിനെ പോലീസ് പിടിക്കുമെന്നും. ഇതും പറഞ്ഞുകൊണ്ടാണ് അവൾ ജീവൻ എടുക്കാൻ പോയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് നമുക്കൊന്ന് കേട്ടോക്കാം. വർക്കല സ്വദേശിനിയായ 27 വയസ്സുള്ള ആരതി എന്ന പെൺകുട്ടിയുടെ ഒരു ജീവൻ നഷ്ടമായ അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു വിവരമാണ് പങ്കുവെക്കുവാനുള്ളത്. ഒരുപക്ഷെ ആരതിയും അതുലും ഇരുവരും വർക്കല സ്വദേശികളാണ്. ഇരുവരും വാടകയ്ക്ക് താമസിച്ചിരുന്നത് ആറ്റുകാൽ ചിറമുക്കിലെ ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് രാവിലെ തന്നെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കലഹം കുറച്ചത് കൂടി എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നത് പതിവാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസവും അങ്ങനെയുള്ള ഒരുപക്ഷെ അത്തരത്തിൽ ദാമ്പത്യത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസവും ഉണ്ടായി. ആ സ്വരച്ചേർച്ച ഇല്ലായ്മ അത് വൈകിട്ടായപ്പോൾ അത് കൂടി എന്നുള്ളതാണ്. പിന്നീട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. അങ്ങനെയാണ് ആരതി പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അതുലായ അതായത് ഭർത്താവായ തന്നെ ജയിലിലേക്കാക്കും അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ആരതി മുറിക്കുള്ളിൽ കയറി കതകടയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിന് മുൻപ് വരെ ആരതി അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. അമ്മയോട് സന്തോഷവതിയായിട്ടാണ് സംസാരിച്ചിരുന്നത്. നേരത്തെയുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും 5 മണിക്ക് ശേഷം ഈ ചിറമുക്കിലെ വാടക വീട്ടിൽ കയറി അവിടെ ആ മുറിയിൽ കയറി ആരതി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ഞാൻ മരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ഭർത്താവിനെ അറിയിച്ച് മുറിക്കകത്ത് കയറിയിട്ടും അതുൽ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് വലിയൊരു പരാതിയായി തന്നെ ആരതിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായും സമീപത്തൊക്കെ തന്നെ ധാരാളം വീടുകളുള്ള ഒരു സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഉറക്കെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അടുത്ത വീട്ടുകാർ കേൾക്കുകയും വന്ന് ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ അത്തരത്തിലൊരു ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു ഒരു പ്രതീക്ഷ ഒരുപക്ഷെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. അതിനൊരു ശ്രമം നടത്തിയില്ല. ഒരുപക്ഷെ അത് സ്വബോധം നഷ്ടപ്പെട്ട് അതിലവിടെ ഇരുന്നത് കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചെന്നൊരു ആരോപണമാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെയുള്ളൊരു പരാതി തന്നെ അവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ മുറിക്കകത്ത് കയറി അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു, തൂങ്ങി മരിക്കുന്നു. അതിനുശേഷം ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷമാണ് അതുൽ തൻ്റെ ഒരു സുഹൃത്തിനെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ സുഹൃത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഈ വാടക വീട്ടിലേക്ക് എത്തുന്നു. വാടക വീട്ടിലെത്തി പിന്നീട് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പിന്നീട് അത് നേരെ തന്നെ അതുലിന്റെ സുഹൃത്താണ് വിവരം പോലീസിനെ അറിയിക്കുന്നത്. പിന്നീട് പോലീസ് വഴി അത് ആരതിയുടെ ബന്ധുക്കളെ അറിയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നത്. എന്തായാലും ആ ചെറ്റിയോട് അവൾ പറഞ്ഞതാണ് താൻ മരിക്കാൻ പോവാണ്. അവൻ ഈ മരണം തടയാൻ ഇഷ്ടംപോലെ സമയം ഉണ്ടായിട്ടും ആരതിയെ ജീവൻ എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അവൻ ശ്രമിച്ചിരുന്നില്ല. അവൻ ഒച്ച വെച്ചിരുന്നെങ്കിൽ അയലത്തെ ആൾക്കാരെങ്കിലും ഓടി വന്ന് ആരതിയെ രക്ഷിക്കുമായിരുന്നു. പകരം അവൻ ചെയ്തത് എന്താ? മിണ്ടാതെ അവിടെ ഇരുന്നു. അവൾ റൂമിലേക്ക് പോയി 2 മണിക്കൂർ കഴിഞ്ഞാണ് അവൻ ഫ്രണ്ടിനെ പോലും വിളിച്ച് കാര്യം പറയുന്നത്. പിന്നീട് ആ ഫ്രണ്ടാണ് പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നത്. ഇവന് മർദ്ദിക്കാനല്ല അറിയൂ, ആൾക്കാരെ രക്ഷിക്കാൻ അറിയില്ലല്ലോ. ഇവൻ അവളോട് ഒരുപാട് ദേഹോപദ്രവം ചെയ്യാറുണ്ട്. അത് പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തമായ കാര്യമാണ്. കൂടാതെ അതുലിൽ നിന്നും ആരതി അനുഭവിച്ച വേദനകൾ അവൾ എന്നും ഡയറിയിൽ എഴുതുമായിരുന്നു. ആ ഡയറിയും ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടാതെ അവൾ മരിക്കുന്നതിന് മുമ്പ് അതിൽ അവൾ ഉപദ്രവിക്കുന്നതിന്റെ ഫോട്ടോസും മറ്റും കാര്യങ്ങളും ഒക്കെ അവൾ അമ്മക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആരതിയുടെ അമ്മ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. മാത്രമല്ല ഈ ആത്മഹത്യക്ക് തൊട്ട് പിറകെ തന്നെ താൻ കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവിച്ചു വരുന്ന പീഡനങ്ങൾ വിവരിച്ചുകൊണ്ട് അതിൽ നിന്ന് നിൽക്കുന്ന പീഡനങ്ങൾ വിവരിച്ചുകൊണ്ട് ഡയറി എഴുതുന്നുണ്ടായിരുന്നു ഈ ആരതി. ഒപ്പം തന്നെ ഈ ഫോട്ടോകൾ ഈ മർദ്ദനത്തിന് ഇരയായതിനു ശേഷമുള്ള ശരീരത്തിലുള്ള പാടുകളൊക്കെ വെച്ചുള്ള ഫോട്ടോകളൊക്കെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും അതുലിന്റെ പീഡനം പുറത്ത് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ജീവനൊടുക്കാൻ ആരതി തീരുമാനിക്കുന്നത്. അതിനുശേഷം ഒരു കാരണവശാലും അടുത്തേക്ക് ചെല്ലാത്ത രീതിയിൽ അതിൽ മാറി നിൽക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ, ഡയറി കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ, ഈ ശരീരത്തിൽ ഏറ്റ പാടുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഭർത്താവിനെതിരെ മുൻകാലങ്ങളിൽ പോലും അല്ലെങ്കിൽ 1.5 വർഷമായി തുടരുന്ന പീഡനങ്ങളുടെ കഥ വിളിച്ചിട്ട് തുറന്നു പറയുകയാണ്. പോലീസിന്റെ മൊഴി ഉൾപ്പെടെ നൽകുകയാണ് അമ്മ. അവരുടെ വീട്ടുകാർക്ക് വീട്ടുകാർ അവന് സപ്പോർട്ടാണ്. പിന്നെ ഈ അടിക്കുകയും ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പിന്നെ ഇതെല്ലാം ചെയ്യും. പിന്നെ ആ പാടുകളെല്ലാം നമ്മള് ഫോണിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പൊ അതൊക്കെ ഏതാണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഗുരുതരമായ ആരോപണമാണ് അതുലിനെതിരെ ഈ കുടുംബവും അവരുടെ ബന്ധുക്കളും ഒക്കെ ഉന്നയിക്കുന്നത്. പല കാരണങ്ങൾ നുണ പറഞ്ഞുകൊണ്ടാണ് വിവാഹത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം പലപ്പോഴായി പീഡനങ്ങൾ ഉണ്ടാകുന്നു. ഈ ആരതി അവൾ അമ്മയോട് ആദ്യമേ പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും. ആരതിയുടെ കുടുംബം അവിടെ ഉന്നയിച്ച പ്രധാന ആരോപണം വിവാഹശേഷം അതുൽ ആരതിയെ നിരന്തരമായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അമ്മക്ക് ആരതി അയച്ച ഫോട്ടോസ് എല്ലാം അതിന് തെളിവാണ്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അവൾ അമ്മയോട് പറഞ്ഞിട്ടും അവളെ സഹായിക്കാൻ പോലും അമ്മയോ കുടുംബക്കാരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരം. പകരം അവളുടെ അമ്മ അവളോട് പറഞ്ഞത് എന്താ? എല്ലാം സഹിച്ച് അവന്റെ കൂടെ
കഴിയാനാണ്. അതിന് പകരം ഒരിക്കലെങ്കിലും മോളെയും കൂട്ടി പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് അമ്മ ചിന്തിച്ചിട്ടും കൂടി ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആയപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം തന്നെ വേദന പോലും ആരോടും പങ്കിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവൾ മാറി. കാരണം അമ്മയോട് പറഞ്ഞിട്ട് ഇതാണ് അവസ്ഥ, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതോടെ അവൾക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് ഇവൻ ഇടിയും കൊണ്ട് കഴിയാനേ തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെ സായി കെട്ട് അവളെടുത്ത തീരുമാനമാണ് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആരതിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അതൊരു മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ എന്ത് ചെയ്തു? ചില കാരണങ്ങളാൽ ആ ബന്ധം ഉപേക്ഷിച്ചു. അതോടെ ആ പെൺകുട്ടി ജീവൻ എടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് അതുൽ ആരതിയെ പെണ്ണ് കാണാൻ പോയി വിവാഹം കഴിക്കുന്നത്. പല കള്ളങ്ങളും പറഞ്ഞാണ് അതുൽ ആരതിയെ കല്യാണം കഴിച്ചത്. അതുൽ ആദ്യം ആരതിയുടെ വീട്ടുകാരോട് പറഞ്ഞത് താനൊരു ബാങ്ക് മാനേജർ ആണെന്നാണ്. അങ്ങനെ കള്ളം പറഞ്ഞായിരുന്നു ആരതിയുമൊത്തുള്ള വിവാഹം നടന്നത്. പക്ഷെ വിവാഹത്തിന് ശേഷമാണ് ഈ പറയുന്ന അതുൽ ബാങ്ക് മാനേജറും ഒന്നുമല്ല, ബാങ്കിൽ വെറും കളക്ഷൻ ഏജന്റ് മാത്രമാണെന്നുള്ള സത്യം ആരതി അറിയുന്നത്. ഇതിനെ കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോക്കാം. മാത്രമല്ല ശാരീരിക പീഡനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് തന്നെ ഈ ആരതി വിവാഹം കഴിക്കുന്നതിന് മുൻപ് അതുൽ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നീട് അതുൽ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി അതിന്റെ മനോവിഷമത്തിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലവും അതുലിനെതിരെ ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. അതൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും ഇപ്പോൾ അവരുടെ പ്രിയപ്പെട്ട ആരതി ഇല്ലാതായി എന്നതാണ് യാഥാർത്ഥ്യം. 1.5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇവന് ബാങ്ക് മാനേജരെന്നും പറഞ്ഞാണ് ഇവനെ പിടിച്ച് ആലോചന കൊണ്ടുവന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവർ 1-2 ഇഷ്യൂകളുണ്ടായിരുന്നു. നേരത്തെ ഒരു കല്യാണം ഫിക്സ് ചെയ്ത് അതിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയെ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വേറൊരു കുട്ടിക്ക് ഇതായി. അതുകൊണ്ട് ആ കുട്ടി എന്തെഴുതി എൻഗേജ് ചെയ്ത കുട്ടി മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്ത് പറഞ്ഞു. ഇതേ കണക്ക്. രണ്ടാമത് ഈ പെണ്ണിനെ ഇവന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് വീട്ടുകാരെല്ലാവരും കൂടെ കൊണ്ടുവന്ന് അത് വേണ്ട, ഇത് നല്ല ദേശക്കാരൻ്റെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം ഓരോ പ്രാവശ്യവും ഇവർ എടുത്ത് തള്ളയുടെയും തന്തയുടെയും പേരിൽ സ്വർണം പണയം വെച്ചിട്ടുള്ളൊരു ജീവിതം ആൾക്കാരാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഈ വീട് തന്നെ വാടകയ്ക്ക് എടുക്കാൻ നേരത്ത് വാടക വീട്ടിലോട്ട് പോകുന്നെന്ന് പറയുമ്പോൾ ഈ 50 പവനും ഏകദേശം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു എർട്ടിക്ക കാറ് മേടിക്കാനായിട്ട് 10 ലക്ഷം രൂപയ്ക്ക് വിറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള സ്വർണം 3 പേരുടെ പേരിലായിട്ട് ഇവൻ പണയം വെച്ചിട്ടുണ്ട്. ഈ അമ്മയുടെ അടുത്താണ് ഇതെല്ലാം പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് അയലത്തെ വീടാണ് എൻ്റെ വീട്. ഞങ്ങളുടെ അടുത്തൊന്നും പറയില്ല. വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടെ വരുന്നു പോകുന്നു, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു വിചാരിച്ചു. ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന സംഭവങ്ങളും ഫോട്ടോകളും ഈ തള്ളയ്ക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം എങ്ങനെയെങ്കിലും സഹിച്ച് ജീവിയിൽ അച്ഛൻ പാടുപെട്ട് ഈ ലോൺ എടുത്ത് 20 ലക്ഷത്തിൻ്റെ കടം കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ടെൻഷനിൽ അവൻ തള്ളയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാവും. അവളെ അച്ഛനും കൂടെ അവിടെയുണ്ട്, പ്രായമായിട്ടുള്ളൊരു 85 വയസ്സായ ഒരു അച്ഛനും ഉണ്ട്. അച്ഛനെയും നോക്കണം, പിന്നെ ഇവിടെ മറ്റ് കോഴി വളർത്തലും ഇതുമൊക്കെ ആയിട്ടൊക്കെയാണ് അവളെ ജീവിതം പോകുന്നത്. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആരതിയുടെ കല്യാണ ആവശ്യങ്ങൾക്കായി തന്നെ വീട്ടുകാർ 50 പവൻ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് അതിൽ ചോദിക്കുമ്പോൾ എല്ലാം ആരതിയുടെ വീട്ടുകാർ വാരിക്ക് ഒരു പൈസ കൊടുക്കാറുമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓൾറെഡി ആരതിയുടെ അച്ഛന് ഒരു 20 ലക്ഷത്തോളം റുപ്യ കടമുണ്ട്. അമ്മയാണെങ്കിൽ വീട്ടിൽ കോഴി വളർത്തലൊക്കെ ആയിട്ട് നടക്കാണ്. അമ്മയുടെ പ്രായമായ അച്ഛനുമുണ്ട് അവരുടെ വീട്ടിൽ. ഇതൊക്കെയാണ് ആരതിയുടെ വീട്ടുകാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അമ്മയുടെ അടുത്താണ് ആരതി വർഷങ്ങളോളമായി പരാതി പറയുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അന്നേരം അമ്മ ചിന്തിക്കുന്ന എന്താണ്, ഓൾറെഡി വീട്ടിൽ കടങ്ങളാണ്, ഫുൾ പ്രാരാബ്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ അവൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയും ഭർത്താവിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കൂടെ പറഞ്ഞു. എന്തായാലും ഇതാണ് മിക്ക മാതാപിതാക്കളും ചെയ്യുന്ന തെറ്റ്. ഇങ്ങനെ സഹിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ എന്തായി, അവർക്ക് അവരുടെ മകളെ നഷ്ടപ്പെട്ടു. നീ ഇങ്ങ് പോരെന്നൊരു വാക്ക് അമ്മ പറഞ്ഞിരുന്നെങ്കിൽ ആരതി ഇപ്പൊ ജീവനോട് ഉണ്ടായേനെ. ഈ മാതാപിതാക്കൾക്ക് മക്കൾ ഒരു ബാധ്യത ആവേണ്ടെന്ന് കരുതിയാണ് പലരും ജീവൻ എടുക്കുന്നത്. ഇനിയിപ്പോ അതുൽ എന്റെ മകൾ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതുലിൽ നിന്നും ആരതിയെ പറിച്ചെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും ആരതിയുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. വേണ്ട സമയത്ത് അതൊന്നും അവർ ചെയ്തില്ല. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ടും പശ്ചാത്തപിച്ചിട്ടും ഒരു കാര്യമില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടി ന്യൂസിൽ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കേട്ടോക്കാം. 1.5 വർഷം മുൻപാണ് ആരതിയും അതുലുമായുള്ള വിവാഹം നടക്കുന്നത്. ഈ ഒരു വിവാഹം ബാങ്കിലെ മാനേജറാണ് എന്ന് പറഞ്ഞായിരുന്നു അതുൽ വിവാഹാലോചനയുമായി എത്തിയത്. പക്ഷേ ആ ഒരു അതുലിന്റെ പെരുമാറ്റവും ബന്ധുക്കളുടെ ഒരു ഇടപെടലൊക്കെ കൊണ്ട് തന്നെ ആരതിയുടെ കുടുംബം ആ വിവാഹത്തിന് സമ്മതിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം ആദ്യം പറഞ്ഞ കാര്യങ്ങളായിരുന്നില്ല പിന്നീട് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ആരതിയുടെ കുടുംബാംഗങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. അതുലിന് കൃത്യമായി തന്നെ അങ്ങനെ ഒരു ബാങ്ക് മാനേജറൊന്നുമല്ല, ഒരു സ്വകാര്യ ബാങ്കിൽ ഒരു താൽക്കാലിക കളക്ഷൻ ഏജന്റ് എന്ന നിലയിലേക്ക് അങ്ങനെയുള്ള ഒരു ചെറിയ ജോലിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ സാമ്പത്തിക ഭദ്രതയോ പറഞ്ഞ മട്ടിലുള്ള ഒരു വിശ്വാസ്യതയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആരതിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. ബന്ധുക്കളും ആ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരതി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഈ മദ്യപിക്കുന്നവരോട് തനിക്ക് വലിയ താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരാളോടൊപ്പം കുടുംബജീവിതം നയിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ താൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, ഇനിയും അങ്ങനെ മദ്യപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി അതുൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് പിന്നീട് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം 50 പവനിലേറെ സ്വർണം കൊടുത്തു, വലിയ സാമ്പത്തിക സഹായം ചെയ്തു.
പല ഘട്ടങ്ങളിലായി കാർ വാങ്ങുന്നതിന് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം ചെയ്തു. ഇതെല്ലാം തന്നെ ഓരോ ഘട്ടങ്ങളിലും ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഈ അതുൽ ചോദിക്കുന്ന സമയത്തൊക്കെ തന്നെ ഇത് കൊടുക്കാൻ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് മർദ്ദനത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം. പല ഘട്ടങ്ങളിൽ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു. പെൺകുട്ടി ഒരാഴ്ചയോളം ഇത്തരത്തിൽ തുടർന്ന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് താമസിച്ചു. അതിനുശേഷം വീട്ടിൽ വന്ന് താമസിച്ചതിന് ശേഷവും അതുൽ വളരെ നയപരമായി തന്നെ വീണ്ടും തിരിച്ച് ഇരുവരും തമ്മിൽ വലിയ സൗഹൃദത്തോടു കൂടി തന്നെ തിരികെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ പെൺകുട്ടിയെ പല ഘട്ടങ്ങളിലുമൊക്കെ തന്നെ ആക്രമിക്കുന്നതൊക്കെ തന്നെ കൃത്യമായി അതിൻ്റെ ഒരു ആക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന പരിക്കുകൾ, അതോടൊപ്പം തന്നെ മർദ്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ആ ചിത്രങ്ങളായും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു അസ്വസ്ഥതയായിട്ടും ഒക്കെ തന്നെ അമ്മയെ ആരതി അറിയിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് തീർച്ചയായും അതിൻ്റെ തെളിവുകളൊക്കെ അവരുടെ കൈവശമുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മർദ്ദനം നടന്നു, അതോടൊപ്പം തന്നെ വീണ്ടും സാമ്പത്തികം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഭീഷണിയൊക്കെ തന്നെ നടന്നു. അങ്ങനെ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാണല്ലോ അവൻ ആരതിയെ കല്യാണം കഴിച്ചത്. ആദ്യം ബാങ്ക് മാനേജറാണെന്ന് കള്ളം പറയുന്നു. പക്ഷെ ഇതൊക്കെ വെറും പച്ച കള്ളങ്ങൾ മാത്രം. ഗൾഫുകാരനായിട്ടുള്ള അച്ഛന്റെ പൈസ കണ്ട് മാത്രമാണ് അവൻ ആരതിയെ കല്യാണം കഴിച്ചത്, അല്ലാതെ അവളോട് ഇഷ്ടം തോന്നിയിട്ടൊന്നുമല്ല. എന്തായാലും ഈ ഗാർഹിക അതിക്രമം എത്രത്തോളം ഗുരുതരമാണെന്നുള്ളത് നമ്മൾ പല വീഡിയോകളായിട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇനിയിപ്പോ വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അന്വേഷണത്തിൽ പുറത്തു വന്ന ഡയറി സന്ദേശങ്ങൾ, മറ്റ് തെളിവുകൾ എന്നിവ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിലവിൽ അതുലിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ കേസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്താണ് ഇതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.